ഫാനി ജെയിൻ ബട്ട്ലർ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു മെഡിക്കൽ മിഷണറിയായിരുന്നു. ഇന്ത്യയിലേക്ക് യാത്ര ചെയ്ത ആദ്യത്തെ വനിതാ ഡോക്ടർമാരിൽ ഒരാളും ഇംഗ്ലണ്ടിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ ആദ്യത്തെ വനിതാ ഡോക്ടറുമാണ്. 13-ാം വയസ്സിൽ തന്റെ ഹൃദയം ക്രിസ്തുവിനായി നൽകി. 14-ാം വയസ്സിൽ സൺഡേ സ്കൂൾ അധ്യാപികയായി. വളരെ ചെറുപ്പം മുതൽ തന്നെ ആഴത്തിലുള്ള മിഷണറി മനോഭാവം വളർത്തി. ചൈനയിൽ പോയിരുന്ന അനേകം മിഷണറിമാരുമായുള്ള കൂടിക്കാഴ്ചകൾ ഒരു മിഷണറി ആകാനുള്ള ആഗ്രഹവും സമർപ്പണവും വളർത്തി. ഒടുവിൽ വിദേശ രാജ്യങ്ങളിലെ, പ്രത്യേകിച്ച് മെഡിക്കൽ മിഷൻ മേഖലയിലെ സ്ത്രീ മിഷണറിമാരുടെ ആവശ്യകത തിരിച്ചറിഞ്ഞു താൻ ഒരു മെഡിക്കൽ മിഷണറി ആകുവാൻ തീരുമാനിച്ചു. മെഡിക്കൽ പരിശീലനത്തിനായി ലണ്ടൻ സ്കൂൾ ഓഫ് മെഡിസിനിൽ ചേർന്നു. 1880-ൽ ബിരുദാനന്തര ബിരുദം നേടി. ഇന്ത്യൻ ഫീമെയിൽ നോർമൽ സൊസൈറ്റിയുടെ പേരിൽ ഒരു മിഷണറിയായി അവരെ ഇന്ത്യയിലേക്ക് അയച്ചു. ആദ്യത്തെ പ്രവർത്തനം ജബൽപൂരിലായിരുന്നു. പിന്നീട് അത് ഭഗൽപൂരിലേക്ക് മാറി. നിരവധി ഡിസ്പെൻസറികൾ തുറക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് ചികിത്സ നൽകുകയും ചെയ്തു. ചികിത്സയ്ക്കിടെ അവർ ആളുകളുമായി സംസാരിക്കുകയും അവരോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട്, സുവിശേഷം പങ്കിടുകയും ചെയ്തിരുന്നു. അന്നത്തെ സമൂഹം ക്രിസ്ത്യാനികളെ നഗരത്തിൽ താമസിക്കുവാൻ അനുവദിക്കാത്തതുകൊണ്ട് ഒരു ആശുപത്രിക്കായി ചെറിയൊരു വീട് വാടകയ്ക്കെടുക്കുകയും ചെറു കുതിരപ്പുറത്ത് അല്ലെങ്കിൽ ഒരു തോണിയിൽ നഗരത്തിലേക്ക് 4 മൈൽ യാത്ര ചെയ്ത് രോഗികളെ സന്ദർശിക്കുകയും ചെയ്തു. 1887-ൽ ഇംഗ്ലണ്ടിലേക്കുള്ള ഹ്രസ്വ സന്ദർശനത്തിന് ശേഷം ഫാനി കാശ്മീരിലേക്ക് മാറി. അവിടെ മെഡിക്കൽ മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. ആദ്യം 7 മാസത്തെ പ്രവർത്തനത്തിൽ തന്നെ 8832 പുറം രോഗികളെ ചികിത്സിക്കുകയും 500 ഓപ്പറേഷനുകൾ നടത്തുകയും ചെയ്തു. ആ സമയത്ത് ഫാനി ഇസബെല്ല ബേർഡ് എന്നു പേരുള്ള ഒരു ഇംഗ്ലീഷുകാരിയെ കണ്ടുമുട്ടി. ബേർഡിന് മെഡിക്കൽ മിഷൻ മേഖലയിൽ താല്പര്യമുണ്ടാകുകയും ഒരു ആശുപത്രി പണിയുവാൻ ഫാനിയെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തു. അങ്ങനെ ജോൺ ബിഷപ്പ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന പേരിൽ ഇസബെല്ല ബേർഡിന്റെ അന്തരിച്ച ഭർത്താവിന്റെ സ്മരണാർത്ഥം ഒരു ആശുപത്രി സ്ഥാപിച്ചു. 1902-ലുണ്ടായ പ്രളയത്തിൽ ശ്രീനഗറിലെ സ്ഥലം തകർന്നു പോയതുകൊണ്ട് ആശുപത്രി അനന്ത്നാഗിലേക്ക് മാറ്റി പുനഃസ്ഥാപിച്ചു. അവരുടെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ നിരവധി ഇന്ത്യൻ സ്ത്രീകൾക്ക് മുൻപ് ലഭ്യമല്ലാത്ത വൈദ്യസഹായം ലഭിക്കുവാൻ കാരണമായി. മാത്രമല്ല, ശരീരത്തെയും ആത്മാവിനെയും സുഖപ്പെടുത്തുന്ന ഇരട്ട ചികിത്സ എന്നവരുടെ വിശ്വാസം പലരുടെയും ശാരീരിക രോഗങ്ങളിൽ നിന്ന് മാത്രമല്ല, പാപരോഗങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ സഹായിച്ചു. കാശ്മീരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാനി ഡിസെൻട്രിയാൽ ബാധിക്കപ്പെടുകയും 1889 ഒക്ടോബർ 26-ന് കർത്താവിൽ നിദ്ര പ്രാപിക്കുകയും ചെയ്തു. കടുത്ത അസുഖബാധിതയായിരുന്നിട്ടും അവസാന ശ്വാസം വരെയും അവർ നിരവധി സ്ത്രീകളെയും കുട്ടികളെയും ചികിത്സിച്ചു. അവരുടെ ഭൗതിക ശരീരം ശ്രീനഗറിലെ ഒരു സെമിത്തേരിയിൽ അടക്കം ചെയ്തു. ഇന്ത്യയിലും ആഗോളതലത്തിലും സ്ത്രീകൾക്ക് പിന്തുടരുവാൻ ഒരു പൈതൃകം ശേഷിപ്പിച്ചിട്ടാണ് കടന്നുപോയത്. മെഡിക്കൽ മേഖലയിൽ വനിതാ ഡോക്ടർമാർക്ക് ഫാനി ബട്ട്ലർ ഒരു മുൻഗാമിയായി തീർന്നു. 39 വയസ്സ് വരെ മാത്രം ജീവിച്ചിരുന്ന ഫാനി ജെയിൻ ബട്ട്ലർ നമുക്ക് പിന്തുടരുവാൻ ഒരു നല്ല മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. കർത്താവിനായി നമുക്കും ഈ ആയുസ്സിൽ എന്തെങ്കിലും ചെയ്യുവാൻ സാധ്യമാകട്ടെ.